സർ നമസ്കാരം. നമസ്കാരം. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. UDF അനുകൂലമായി ജനങ്ങൾ വിധി എഴുതിയിരിക്കുന്നു എന്ന തരത്തിലുള്ള സൂചനകൾ വരുന്നു. പല സർവേകളും UDF അനുകൂലമായ രീതിയിൽ തന്നെ തീരുമാനങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നു, റിപ്പോർട്ടുകൾ പുറത്തുവിട്ടിരിക്കുന്നു. UDF മന്ത്രിസഭയുണ്ടാകും എന്നാണ് പറയുന്നത്. ഇവിടെ എടുത്തു പറയേണ്ട ഒരു വസ്തുത, ഇന്ന് ബേപ്പൂരിൽ UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച തൃണമൂൽ കോൺഗ്രസ് നേതാവ് PV അൻവർ ഇന്ന് തൃണമൂൽ കോൺഗ്രസുമായുള്ള എല്ലാ ബന്ധങ്ങളും വിച്ഛേദിച്ചു എന്ന് മാധ്യമ സമ്മേളനത്തിൽ അദ്ദേഹം പറയുകയുണ്ടായി. എൻ്റെ ഒരു സംശയം, ഞാൻ മുതിർന്ന മാധ്യമപ്രവർത്തകൻ എന്ന രീതിയിൽ, രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന രീതിയിൽ സാറിനോട് ചോദിക്കുന്നത്, തൃണമൂൽ കോൺഗ്രസിൻ്റെ അംഗമായി UDF ഭാഗമായി മത്സരിച്ച് ജയിച്ച PV അൻവർ ജയിക്കുകയാണെങ്കിൽ, UDF മന്ത്രിസഭ ഉണ്ടാക്കാൻ സാധിക്കുകയാണെങ്കിൽ, ഒറ്റ കക്ഷി മാത്രം ജയിക്കപ്പെടുന്ന, ഒരു MLA മാത്രം ജയിക്കപ്പെടുന്ന ഘടകകക്ഷിയുടെ MLA-മാർക്ക് മന്ത്രി സ്ഥാനം കൊടുക്കുന്ന ഒരു കീഴ്വഴക്കം സാധാരണയായി എല്ലാ മുന്നണികളും കാണിക്കാറുണ്ട്. അങ്ങനെയെങ്കിൽ UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ PV അൻവർ ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചിരിക്കുന്നതിനാൽ UDF ഇനി PV അൻവറിന് മന്ത്രിസ്ഥാനം നൽകേണ്ടതായൊരു ബാധ്യത ഉണ്ടോ ഭരണം കിട്ടുകയാണെങ്കിൽ? എൻ്റെ സംശയമാണ്. അതായത് PV അൻവർ തൃണമൂൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി അസോസിയേറ്റ് മെമ്പറായിട്ടാണ് UDF കടന്നുകൂടിയത്. അങ്ങനെയുള്ള ആള് ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസുമായി ബന്ധം വിച്ഛേദിക്കുകയും സമാന സ്വഭാവമുള്ള CPM വിട്ടു വന്ന ആളുകളെ എല്ലാം കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് ഒരു സംസ്ഥാന പാർട്ടി രൂപീകരിക്കുന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മന്ത്രിസ്ഥാനം തെറിക്കുമോ എന്ന് ചോദിച്ചാൽ അതുകൊണ്ട് നെഗറ്റീവായിട്ടൊന്നുമില്ല. അത് UDF കൊടുക്കാൻ തീരുമാനിച്ചാൽ അദ്ദേഹത്തിന് തൃണമൂൽ കോൺഗ്രസ് ആണെങ്കിലും അല്ലെങ്കിലും കൊടുക്കാവുന്നതാണ്. അത് കൊടുക്കാൻ നിശ്ചയിക്കണം. അദ്ദേഹം കൂടുതൽ ശക്തനായി നിൽക്കാൻ വേണ്ടിയിട്ടാണ് പയ്യന്നൂരിലുള്ള V കുഞ്ഞികൃഷ്ണൻ, അതേപോലെ തളിപ്പറമ്പിലുള്ള TK ഗോവിന്ദൻ, അതേപോലെ ആലപ്പുഴയിൽ നിന്നുള്ള G സുധാകരൻ, അങ്ങനെയുള്ള സമാന സ്വഭാവമുള്ള ആളുകളെയും കൂട്ടി ചേർത്തുകൊണ്ട് ഒരു പുതിയ സംസ്ഥാന പാർട്ടി രൂപീകരിക്കാൻ അദ്ദേഹം തയ്യാറായി വന്നിരിക്കുന്നത്. അപ്പോൾ സംസ്ഥാന പാർട്ടി, ഇത് ഇലക്ഷൻ റിസൾട്ട് വന്നിട്ടില്ല. ഇലക്ഷൻ റിസൾട്ട് വരുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം ഇത് പറയുകയും തുടർന്ന് അവരെല്ലാവരും കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് ഒരു സംസ്ഥാന പാർട്ടി രൂപീകരിച്ച് അതിൻ്റെ ഭാഗമായിട്ട് ഒരു മന്ത്രിയാവുന്നതിനും വേറെ തടസ്സങ്ങളൊന്നും നിയമപരമായിട്ട് വരുന്നില്ല. UDF എന്താണ് തീരുമാനിക്കുന്നത് നമുക്കറിയില്ല. എന്തായാലും ഇപ്പം ഭരണം വരുന്നതിന് മുമ്പ് തന്നെ, ഇലക്ഷൻ കഴിയുന്ന റിസൾട്ട് വരുന്നതിന് മുമ്പ് തന്നെ PV അൻവർ വീണ്ടും ചാട്ടം നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും ചാടുന്ന ഈ സ്വഭാവം തീർച്ചയായും അദ്ദേഹത്തിൻ്റെ തുടർന്നുള്ള ഭാവിക്ക് ഭയങ്കര ദോഷം ചെയ്യും, UDF ദോഷം ചെയ്യും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇപ്പോൾ ഒരു രാഷ്ട്രീയ ഭാവി കണക്കിലെടുക്കുമ്പോൾ PV അൻവർ കോൺഗ്രസിൻ്റെ പാരമ്പര്യമുള്ള ഒരു തറവാട്ടിൽ നിന്ന് വരുന്നു. പിന്നീട് നിലമ്പൂരിൽ അങ്ങനെ മത്സരിക്കുന്നു. അതിനുശേഷം ഇടതുപക്ഷ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നിലമ്പൂരിൽ മത്സരിച്ച് 2 തവണ മത്സരിച്ച് MLA ആവുന്നു. അവിടെ മുഖ്യമന്ത്രി പിണറായി വിജയനും CPM തമ്മിലുള്ള ചില അസ്വാരസ്യങ്ങൾ മൂലം പുറത്തു വന്നത് എന്ന് പറയുമ്പോൾ, CPM പിന്നാമ്പുറങ്ങളിൽ പറഞ്ഞു കേട്ടത് മന്ത്രിസഭ പുനഃസംഘടനയിൽ PV അൻവറിനെ പരിഗണിച്ചില്ല, മന്ത്രിസ്ഥാനം കൊടുത്തില്ല, അതിൻ്റെ പേരിൽ ചില അസ്വാരസ്യങ്ങളുണ്ടാക്കി PV അൻവർ പുറത്തു വന്നു. പുറമേ കേൾക്കുന്നതെല്ലാം PV അൻവർ ഉണ്ടാക്കിയ പ്രശ്നങ്ങളാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ ഇപ്പോൾ വീണ്ടും തൃണമൂൽ കോൺഗ്രസിൻ്റെ അസോസിയേറ്റഡ് മെമ്പറായി പ്രവർത്തിക്കുമ്പോൾ അവിടെ നിന്നും ഇപ്പോൾ മാറി പുതിയ ഒരു സംസ്ഥാന പാർട്ടി, പൂർണ്ണമായും സംസ്ഥാനത്തിൻ്റെ താല്പര്യങ്ങൾ മാത്രം സംരക്ഷിക്കപ്പെടണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി സമാന സ്വഭാവമുള്ള ആളുകളെ ചേർത്തൊരു പാർട്ടി ഉണ്ടാക്കുമ്പോൾ അദ്ദേഹം മറ്റൊരു കാര്യം കൂടി ഇന്ന് മാധ്യമ സമ്മേളനത്തിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്. കേന്ദ്രത്തിൽ രാഹുൽ ഗാന്ധിയുടെ കരങ്ങൾക്ക് ശക്തി പകരുന്ന തരത്തിലുള്ള നിലപാടുകൾ എടുത്തുകൊണ്ട് UDF സപ്പോർട്ട് ചെയ്യുന്ന ഒരു പാർട്ടി ആയിരിക്കും എന്ന് പറയുമ്പോൾ, ഇപ്പോൾ സാറ് നേരത്തെ പറഞ്ഞതുപോലെ അമ്പലപ്പുഴയിൽ CPM നിന്ന് 61 വർഷത്തെ പാരമ്പര്യം ഉപേക്ഷിച്ച് പുറത്തു വന്ന G സുധാകരനും, ഇങ്ങ് തളിപ്പറമ്പിൽ PK ശ്യാമളയ്ക്കെതിരെ മത്സരിച്ച TK ഗോവിന്ദനും P കുഞ്ഞികൃഷ്ണനും എല്ലാം PV അൻവറുമായി ചേർന്ന് ഒരു പാർട്ടി രൂപം കൊള്ളുകയാണെങ്കിൽ
രാഹുൽ ഗാന്ധിയുടെ കരങ്ങൾക്ക് ശക്തി പകരുന്ന രീതിയിലുള്ള ഒരു നിലപാട് സ്വീകരിക്കാൻ ഇത്തരം നേതാക്കന്മാർ മുതിരാനുള്ള സാധ്യത ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഉണ്ടോ? അല്ല, ഇപ്പോൾ രാഹുൽ ഗാന്ധിന്റെ പിന്തുണച്ചുകൊണ്ടുള്ള UDFന്റെ മുന്നണിയിലാണല്ലോ അവരൊക്കെ മത്സരിച്ചത്. അതുകൊണ്ട് വേറെ അതിന് തടസ്സങ്ങളൊന്നുമില്ല. പിന്നെ PV അൻവർ പഴയ പാരമ്പര്യമുള്ള കോൺഗ്രസ് നേതാവ് ആണ്. അദ്ദേഹത്തിൻ്റെ തറവാടും അതാണ്. അദ്ദേഹത്തിൻ്റെ പിതാവ് പഴയകാല കോൺഗ്രസ് നേതാവാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് നെഹ്റു വന്നത് എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള തറവാട്ട് മഹിമയ്ക്കുള്ള കോൺഗ്രസ് പാരമ്പര്യമുള്ള PV അൻവർ തലതിരിഞ്ഞ് പോയിട്ടാണ് പിന്നെ കുറേ കാലം കോൺഗ്രസും ചാടി സ്വന്തമായിട്ട് സ്വതന്ത്രനായി നിന്ന് അദ്ദേഹം പല സ്ഥലത്തും ഏറനാട് മത്സരിച്ചു, പിന്നെ ലോകസഭയിലേക്ക് മത്സരിച്ചു, പിന്നെ നിലമ്പൂരിൽ നിന്ന് മത്സരിച്ചു. അങ്ങനെ പിണറായി വിജയന്റെ ഉള്ള ധാരണ പ്രകാരം നിലമ്പൂരിൽ നിന്ന് വിജയിക്കുകയും ചെയ്തു. അങ്ങനെ വിജയിച്ചു വന്ന അദ്ദേഹത്തിന് പിന്നീട് പിണറായി വിജയനായി തെറ്റുന്ന മന്ത്രിസ്ഥാനം കിട്ടാത്തത് കൊണ്ടല്ല, യഥാർത്ഥത്തിൽ പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ കുറേ താല്പര്യങ്ങൾ പിണറായി വിജയൻ സംരക്ഷിച്ചില്ല, ശശി സംരക്ഷിച്ചില്ല. പിന്നീട് ശശിക്കെതിരെ ആഞ്ഞടിച്ചുകൊണ്ടുള്ള രംഗപ്രവേശമാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ശശി പല കേസുകൾ അട്ടിമറിക്കുന്നു, ശശി യഥാർത്ഥ വില്ലനാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം രംഗപ്രവേശം ചെയ്തത്. ശശിയും ADGP MR അജിത് കുമാറും ചേർന്നൊരു കോക്കസ് ഉണ്ടാക്കി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ് അദ്ദേഹം അന്ന് ആരോപണം ഉണ്ടായിരുന്നത്. അദ്ദേഹം അതുമാത്രമല്ല, വ്യാപകമായ രൂപത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ കുറിച്ച് ആദ്യം മുഖ്യമന്ത്രിയുടെ കൂടെ നിൽക്കുന്ന ശശിക്കെതിരെയാണ് തുടങ്ങിയതെങ്കിൽ, ADGP അജിത് കുമാറിനെതിരെയാണ് തുടങ്ങിയെങ്കിൽ, പിന്നീട് പിണറായി വിജയനെതിരെ തന്നെ നേരിട്ട് തിരിയുകയും അദ്ദേഹത്തിനെതിരെ ആഞ്ഞടിക്കുകയും ചെയ്യുന്ന രംഗങ്ങളാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. മാത്രമല്ല, സ്വർണ്ണ തട്ടിപ്പ് സംഘവുമായിട്ട്, പൊട്ടിക്കൽ സംഘവുമായിട്ട് ശശിക്കും അതേപോലെ ചില പോലീസ് ഓഫീസർമാർക്കും ബന്ധമുണ്ട്, CPMന് ചില ആളുകൾക്കും ബന്ധമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വലിയ കോലാഹലങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അത് പിന്നീട് ഘട്ടം ഘട്ടമായി അദ്ദേഹം LDFനെതിരെ ആഞ്ഞടിക്കുന്ന, പിണറായി വിജയനെതിരെ ആഞ്ഞടിക്കുന്ന സമീപനമെടുക്കുകയും അദ്ദേഹം പിന്നീട് നിലമ്പൂർ MLA സ്ഥാനം രാജിവെക്കുകയുണ്ടായി. അവിടെയാണ് അദ്ദേഹത്തെ നമ്മൾ അംഗീകരിക്കുന്ന ഒരേ ഒരു കാര്യം, അദ്ദേഹം അവിടെ അതായത് പിണറായി വിജയനായി ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ, ശശിയെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം അവിടുന്ന് രാജിവെച്ചിട്ടാണ് മാറിയത്. പിന്നീട് അദ്ദേഹത്തിന് സ്ഥാനം കൊടുത്തില്ല UDF. പക്ഷെ അവിടെ അദ്ദേഹം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ചു. അതിനിടയിലാണ് അദ്ദേഹം തൃണമൂൽ കോൺഗ്രസിലൊക്കെ പോയത്. അതിനിടയിലാണ് അവിടെ ബൈ ഇലക്ഷൻ വരികയും അതിൽ ആര്യാടൻ ഷൗക്കത്ത് വിജയിച്ച് പോരുകയും ചെയ്തിട്ടുള്ളത്. അതിനുശേഷം അന്ന് VD സതീശൻ ശക്തമായ നിലപാട് അദ്ദേഹത്തിനെതിരെ എടുത്തിരുന്നു. അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ള നിലപാട് തന്നെയാണ് എടുത്തിട്ടുള്ളത്. UDF പ്രവേശനം അവിടെ നിഷേധിച്ചിരുന്നു. പിന്നീട് ആണ് അദ്ദേഹം VD സതീശൻ അദ്ദേഹത്തെ അംഗീകരിക്കുകയും അദ്ദേഹം ബേപ്പൂരിൽ എന്ന് പറഞ്ഞാൽ CPMന്റെ ശക്തി കേന്ദ്രമാണ്. മുഹമ്മദ് റിയാസ് മത്സരിക്കുന്ന സ്ഥലത്ത് ഇടതുപക്ഷ CPMൽ നിന്ന് തന്നെ തെറ്റിപ്പിരിഞ്ഞു പോന്ന അതായത് LDFന്ന് തെറ്റിപ്പിരിഞ്ഞു പോന്ന PV അൻവർ അത്യാവശ്യം സ്വാധീനമുണ്ട്. നിലമ്പൂരിൽ 20,000 വോട്ട് പിടിച്ചിട്ടുണ്ട്. അതേപോലെ മരുമോൻ ഇസത്തിനെതിരെ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം രംഗപ്രവേശം ചെയ്യുകയും അവിടെ ശക്തമായ മത്സരം നടത്തുകയും ചെയ്തിട്ടുണ്ട്. എൻ്റെ അറിവും വിവരം വെച്ചിട്ട് ബേപ്പൂരിൽ PV അൻവർ വിജയിക്കാനാണ് സാധ്യത. ഒന്നാമത് 2-3 കാരണങ്ങളുണ്ട്. ഒന്നാമത് കോഴിക്കോട് CPM പ്രവർത്തകർക്ക് മുഹമ്മദ് റിയാസിനെ ഇഷ്ടമല്ല എന്നുള്ളത് തന്നെയാണ് ഒന്നാമത്തെ കാരണം. രണ്ടാമത്തെ കാരണം, അദ്ദേഹം അവിടെയുള്ള മുസാഫിർ അഹമ്മദിനെ CP കുഞ്ഞുൻ്റെ മകനെ മീൻചന്ത വാർഡിൽ നിന്ന് തോൽപ്പിക്കാൻ വേണ്ടി കള്ളക്കളി കളിച്ചു എന്നാണ്. മീൻചന്ത വാർഡ് അടക്കമുള്ള സ്ഥലമാണ് ബേപ്പൂരിൽ വരുന്നത്. അപ്പം CPMനുള്ളിൽ മുമ്പ് പ്രദീപിനെ തോൽപ്പിക്കാൻ വേണ്ടി മുൻകൈ എടുത്ത ഒരാളാണ് പ്രദീപ്. ഇദ്ദേഹത്തെ 2009 തോൽപ്പിക്കാൻ വേണ്ടി മുൻകൈ എടുത്തിരുന്നു എന്നുള്ള വലിയ തർക്കങ്ങളുണ്ടായിരുന്നു. 2009 അദ്ദേഹം തോൽക്കുകയുണ്ടായി. അന്നാണ് അദ്ദേഹം ജയിച്ചത്. രാഘവൻ MK രാഘവൻ ജയിച്ചു വരുന്നത്. അങ്ങനെയുള്ള ചരിത്രം മുഹമ്മദ് റിയാസിനുണ്ട്. ഇപ്പോൾ ബേപ്പൂരിൽ വളരെ ശക്തമായൊരു മത്സരം നടന്നു എന്നും സാർ ഒന്നുകൂടി ചേർത്ത് പറയട്ടെ, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപാണ് പ്രദീപ് കുമാർ അടക്കമുള്ള 3-4 പേര് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് രാജിവെച്ചത്. ശശി അടക്കം.
അങ്ങനെയുള്ളൊരു പിന്മാറ്റം കൂടി നോക്കുമ്പോൾ കൃത്യമായ ചില കരുനീക്കങ്ങൾ ബേപ്പൂരിൽ മുഹമ്മദ് റിയാസിനെതിരെ നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ. പ്രദീപിനെ തോൽപ്പിക്കാൻ വേണ്ടി സകല കളിയും കളിച്ചെങ്കിലും കോഴിക്കോട് പ്രദീപിനെ തോൽപ്പിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ ലോക്സഭാ ഇലക്ഷനിൽ പ്രദീപിനെ തോൽപ്പിക്കാൻ വേണ്ടി MK രാഘവന് വേണ്ടി ചരടുവലി നടത്തിയത് മുഹമ്മദ് റിയാസ് ആണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം. അതിൽ നിയമസഭയിലേക്ക് മത്സരിച്ച് ജയിച്ചിട്ടുള്ള പ്രദീപിനെ തോൽപ്പിക്കാൻ ആർക്ക് കഴിഞ്ഞു? നമ്മുടെ മുഹമ്മദ് റിയാസിന് കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കഴിവുകൊണ്ട് മാത്രമല്ല, MK രാഘവന് കോഴിക്കോടുമായിട്ട് ഭയങ്കര അടുത്ത ബന്ധമായി, ജനങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. എന്നാൽ പ്രദീപ് MLA സ്ഥാനം നിന്നപ്പോൾ വലിയ ഭൂരിപക്ഷത്തിനാണ് കോഴിക്കോട് നിന്ന് മത്സരിച്ച് ജയിച്ചത്. 1 അല്ല 2 തവണ അദ്ദേഹം വലിയ ഭൂരിപക്ഷത്തിൽ നിലവാരമുള്ള MLA ആണ്. മണ്ഡലത്തിലെ നിരവധി സ്കൂളുകളടക്കമുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള ആളെന്നൊരു ഖ്യാതി കൂടി പ്രദീപിനുണ്ടായിരുന്നു. SFIയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നു അദ്ദേഹം. ഞാൻ പഠിച്ച ഗുരുവായൂരപ്പൻ കോളേജിൽ തന്നെയായിരുന്നു അദ്ദേഹവും ഉണ്ടായിരുന്നത്. അദ്ദേഹം ഒരു എല്ലാവരും അംഗീകരിക്കുന്ന രാഷ്ട്രീയത്തിന് അതീതമായി ബന്ധങ്ങളുള്ള ഒരു ബഹുമുഖ പ്രതിഭയാണ്. നല്ല എഴുത്തുകാരനാണ്, അതേപോലെ ചിത്രകാരനാണ്, അതോടൊപ്പം എല്ലാവരുമായി നല്ല സൗഹൃദത്തിലുമാണ്. അങ്ങനെയുള്ള പ്രദീപ് കോഴിക്കോട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെക്രട്ടറി അടക്കം, അവിടുത്തെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെക്രട്ടറി ആയിരുന്നു. അതടക്കമുള്ള വലിയ സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട്. പിന്നെ സംസ്ഥാന SFI പ്രസിഡന്റായി, DYFIയുടെ സംസ്ഥാന പ്രസിഡന്റ്, അങ്ങനെ തുടങ്ങിയ ഒത്തിരി കാര്യങ്ങൾ അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. എന്നാൽ മുഹമ്മദ് റിയാസിനെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയന്റെ ഒരു സൗകര്യത്തിൽ വന്ന് ചേർന്ന ഒരാൾ മാത്രമാണ്. അദ്ദേഹം ഒരു കാരണവശാലും ഒരു വലിയ ലെവലിൽ എത്താനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല. ക്രൈമിന്റെ ഓഫീസ് ആക്രമിച്ചത് വഴി അദ്ദേഹത്തിന് കോഴിക്കോട് കോർപ്പറേഷനിൽ അദ്ദേഹത്തിന് സ്ഥാനം കിട്ടി, അത് തോറ്റു. പിന്നെ ലോക്സഭാ ഇലക്ഷനിൽ നിന്നു, അതിൽ തോറ്റു. പിന്നീട് ബേപ്പൂർ എന്ന് പറയുന്ന CPM-ന്റെ ശക്തി കേന്ദ്രത്തിൽ അദ്ദേഹത്തിന് സ്ഥാനം കൊടുത്തിട്ടാണ് അവിടെ ജയിപ്പിച്ചെടുക്കുന്നത്. ജയിപ്പിക്കുകയായിരുന്നു. ശരിക്കും 28,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് കഴിഞ്ഞ ശേഷം ജയിച്ചു, മന്ത്രിയാവുകയും ചെയ്തു. മന്ത്രിയാവുന്നതിന് യാതൊരു യോഗ്യതയില്ലാത്ത അദ്ദേഹത്തെ കഴിഞ്ഞ തവണ മരുമകനായതുകൊണ്ട് അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം കിട്ടി. സ്ത്രീധനം എന്നുള്ള രൂപത്തിൽ തന്നെയാണ് കിട്ടി. മാത്രമല്ല പിണറായി വിജയനെ ബ്ലാക്ക്മെയിൽ ചെയ്തിട്ടാണ് മകളെ കല്യാണം കഴിച്ചു എന്നുള്ളത് എല്ലാവർക്കും അറിയുന്നത്. ഒന്നുകൂടി എടുത്തു ഒന്ന് സൂചിപ്പിക്കട്ടെ, നമ്മുടെ ബഹുമാനപ്പെട്ട പ്രേക്ഷകർ ഇത് പലവട്ടം മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണെങ്കിലും ഒരു കാര്യം ഒന്നുകൂടി ഊന്നി പറയുന്നു. അതായത് കോഴിക്കോട് അന്ന് ക്രൈമിന്റെ ഓഫീസ് ആക്രമിച്ചതിന് ശേഷം മുഹമ്മദ് റിയാസ് എന്ന രാഷ്ട്രീയക്കാരന്റെ ഒരു രാശി തെളിയുകയായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അതെ, പിണറായി വിജയന്റെ കൂടെ നിൽക്കുന്ന, അല്ലെങ്കിൽ പിണറായി വിജയന്റെ ഏറ്റവും അധികം ബാധിക്കുന്ന ഒരു കേസിൽ അതിന്റെ സുപ്രധാന രേഖകൾ കൈവശപ്പെടുത്തിയ മുഹമ്മദ് റിയാസ് പിണറായി വിജയനെ ബ്ലാക്ക്മെയിൽ ചെയ്തു എന്ന് തന്നെയാണ് ഞാൻ കരുതിയിട്ടുള്ളത്. അത്രയും വിലപ്പെട്ട രേഖകളാണ് ക്രൈമിന്റെ ഓഫീസിൽ. ആ രേഖകൾ പുറത്തു വരികയായിരുന്നെങ്കിൽ ഒരുപക്ഷെ പിണറായി വിജയൻ എന്ന നേതാവിന് രാഷ്ട്രീയത്തിൽ പിന്നെ വലിയ ഭാവി ഉണ്ടാകില്ല എന്നുള്ളത് തന്നെയായിരുന്നു. അതിൽ ഏറ്റവും വലിയ രേഖ എന്ന് പറയുന്നത് 75 കോടി രൂപ കമല ഇന്റർനാഷണൽ എക്സ്പോർട്ടിംഗ് കമ്പനിയിലേക്ക് വന്ന ആ ബാങ്ക് അക്കൗണ്ടുകളുടെ ഫുൾ ഡീറ്റെയിൽ ആണ്. അത് പുറത്തു വന്നാൽ തീർച്ചയായും പിണറായി വിജയന്റെ രാഷ്ട്രീയ ഭാവി അതോടെ കഴിഞ്ഞിരുന്നു. അപ്പം എന്തായാലും മുഹമ്മദ് റിയാസ് ക്രൈമിന്റെ ഒരൊറ്റ ആക്രമണം കൊണ്ട് ഇത് രക്ഷപ്പെട്ടു. ഇപ്പോൾ അദ്ദേഹം മരുമോനായി. ഇനി ഭരണം കിട്ടിയാലും ഇല്ലെങ്കിൽ അദ്ദേഹം കോടീശ്വരനാണ്. പിണറായി വിജയന്റെ ലക്ഷക്കണക്കിന് കോടി രൂപ വിദേശത്തുണ്ട്. അതിൻ്റെയൊക്കെ നോക്കേണ്ട ആൾ കൂടിയാണ് അദ്ദേഹം. അപ്പം അദ്ദേഹത്തിന് വേറെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊന്നുമില്ല. ഇപ്പുറത്ത് പാർട്ടി എന്ന നിലയിൽ ജനങ്ങൾ അത് അംഗീകരിക്കാത്തൊരു നേതാവുമാണ് അദ്ദേഹം എന്ന് കൃത്യമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ മരുമോനിസം കൃത്യമായി തുറന്നു കാണിച്ചിട്ടുണ്ട് PV അൻവർ. അത് ബേപ്പൂരിലെ ജനങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട് എന്നാണ് കരുതുന്നത്. അദ്ദേഹം തോൽക്കും എന്നുള്ള കൃത്യമായിട്ടുള്ള വിവരം തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. PV അൻവർ എന്നും അധികാര രാഷ്ട്രീയത്തിന്റെ പുറകിലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം സാർ നേരത്തെ സൂചിപ്പിച്ച പോലെ അങ്ങോട്ട് ചാടി ഇങ്ങോട്ട് ചാടിയൊക്കെ നടന്നത്. ഇപ്പോഴും അദ്ദേഹം ഈ തൃണമൂൽ കോൺഗ്രസ് എന്ന ഒരു പ്രസ്ഥാനം ഉപേക്ഷിച്ച് പുറത്തു വന്ന് കേരളത്തിൽ മാത്രം, അല്ലെങ്കിൽ കേരളത്തിന്റെ പ്രശ്നങ്ങൾ മാത്രം ചർച്ച ചെയ്യുന്ന, അതിന് കൂടുതൽ പ്രാമുഖ്യം കൊടുത്തുകൊണ്ട് രൂപപ്പെടുത്തുന്ന ഒരു സംഘടന രൂപം കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ലക്ഷ്യം അടുത്തത് എന്താണ് എന്നുള്ളത് ഒരു പൊതു പ്രവർത്തകൻ എന്ന രീതിയിൽ, ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന രീതിയിൽ, മുതിർന്ന മാധ്യമ പ്രവർത്തകൻ എന്ന രീതിയിൽ എങ്ങനെയാണ് സാറ് വിലയിരുത്തുന്നത്? അതായത് അദ്ദേഹത്തിനെതിരെ ധാരാളം ആരോപണങ്ങളുള്ള ഒരു കൊലപാതക കേസിലെ പ്രതിയൊക്കെ ആയിരുന്ന PV അൻവറിനെ സംബന്ധിച്ചിടത്തോളം ഭരണത്തിൽ നിന്ന്, പിണറായി വിജയന്റെ ഭരണത്തിൽ നിന്ന് ചാടിപ്പോരുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. പിന്നെ പ്രത്യേകിച്ചും പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ ഏറ്റുമുട്ടിക്കൊണ്ടാണ് അദ്ദേഹം വന്നത്. പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ എല്ലാ രഹസ്യങ്ങളും അറിയുന്നുണ്ടും അദ്ദേഹത്തിന്റെ കേസുകളെ കുറിച്ച് അറിയുന്നത് കൊണ്ടും അദ്ദേഹത്തെ കൊടുക്കാനൊക്കെ പറ്റുമായിരുന്നു. എന്നാൽ അതിനെതിരെയൊക്കെ പോരാടിയിട്ടാണ് പോലീസിനെതിരെയും
അതേപോലെ CPM പി ശശിക്കെതിരെ കേസെടുക്കുന്നത് അദ്ദേഹത്തിന്റെ വീട് വളഞ്ഞ് അന്ന് റെയ്ഡ് നടത്തിയ സംഭവമൊക്കെ നമുക്ക് മറക്കാൻ പറ്റില്ല. അതെ അങ്ങനെ തുടങ്ങി ഇങ്ങോട്ട് എടുത്തു നോക്കി കഴിഞ്ഞാൽ അദ്ദേഹം പിണറായിയായിട്ടുള്ള ബന്ധം ഉപേക്ഷിച്ചു പറഞ്ഞാൽ പ്രതികാരം അദ്ദേഹം കാട്ടുമെന്നുള്ള ഉറപ്പാണ്. അപ്പോൾ അങ്ങനെയുള്ള ഇതിന്ന് മാറി വന്ന് പിന്നെ അദ്ദേഹം ആ LDF ബന്ധം വിച്ഛേദിച്ചിട്ടാണ് MLA സ്ഥാനം രാജിവെച്ചത്. അദ്ദേഹം വെറുതെ ഒരു പറയുക, അതിലാണ് അദ്ദേഹത്തെ നമ്മൾ അംഗീകരിക്കേണ്ടത്. വെറുതെ അഭിപ്രായ വ്യത്യാസം ഉണ്ടായപ്പോൾ അദ്ദേഹം MLA സ്ഥാനം രാജിവെച്ചു. സാധാരണ ആരും ചെയ്യാത്തൊരു കാര്യമാണ്. എന്നിട്ട് അദ്ദേഹം വീണ്ടും മത്സരിച്ചു. അദ്ദേഹം 20,000 വോട്ട് കിട്ടി, സ്വന്തം ശക്തി തെളിയിച്ചു. അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ വളർച്ച. അപ്പം പുതിയൊരു പാർട്ടി രൂപീകരിച്ചാൽ ധാരാളം ഈ CPM നിന്ന് ഇപ്പോഴത്തെ അവസ്ഥ അതിൻ്റെ ഒരു കണക്കൂട്ടൽ ഞാൻ മനസ്സിലാക്കുന്നത്, CPM ഇലക്ഷൻ കഴിയുമ്പോഴേക്ക് CPMന്റെ ഒരു വലിയ പൊട്ടിത്തെറി വരും. ആ പൊട്ടിത്തെറി വരുമ്പോൾ CPMന് സമാന്തരമായിട്ട് ഒരു പാർട്ടി രൂപീകരിച്ചാൽ CPMൽ നിന്ന് വരുന്ന ആളുകളെ മുഴുവൻ അതിലെത്തിക്കാനും, അങ്ങനെ കേരളത്തിൽ CPMന് പാരലായിട്ട് ഒരു ശക്തമായ ഒരു രാഷ്ട്രീയ സംഘടന ഉണ്ടാവുകയും ചെയ്യുമ്പോൾ അതിൽ നിന്ന് വരുന്ന ആളുകൾക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ ഒരു അവസരം കിട്ടും. ഇപ്പോൾ വന്നിട്ടുള്ള കുറച്ച് ആളുകളല്ല, ധാരാളം ആളുകൾ റെഡി നിൽക്കുകയാണ്. ഈ ഭരണം മാറിക്കഴിഞ്ഞാൽ അവിടെ നിൽക്കാൻ താല്പര്യമില്ലാത്ത ആളുകളാണ് അവിടെ ഉള്ളത്. പിണറായി വിജയനായിട്ട് യാതൊരു തരത്തിലും യോജിപ്പില്ലാത്ത ആൾക്കാരാണ് അവരെല്ലാം. അണികളുടെ ഇടയിലും വലിയ ഇതേപോലെയുള്ള ഒരു കാര്യമുണ്ട്. അപ്പൊ അത് അദ്ദേഹത്തിന് ഗുണം ചെയ്യാനാണ് സാധ്യത എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ PV അൻവർ പുതിയൊരു പാർട്ടി രൂപീകരിക്കുമ്പോൾ തീർച്ചയായും അതിൽ രാഷ്ട്രീയപരമായുള്ള നേട്ടം അല്ലെങ്കിൽ രാഷ്ട്രീയപരമായുള്ള കോട്ടം ഉണ്ടാകാൻ പോകുന്നത് CPMനും ഇടതുപക്ഷ പ്രസ്ഥാനത്തിനും, രാഷ്ട്രീയപരമായി നേട്ടം ഉണ്ടാകാൻ പോകുന്നത് UDFന്റെ ഘടകകക്ഷി എന്ന രീതിയിൽ PV അൻവർ മുന്നോട്ട് നീങ്ങുകയാണെങ്കിൽ UDFനും ആയിരിക്കും എന്നുള്ളതാണോ? അല്ല, PV അൻവറിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് അദ്ദേഹത്തിന്റെ ഉദ്ദേശം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അദ്ദേഹം CPM നിന്ന് വലിയൊരു ശതമാനം ആളുകൾ ഇങ്ങോട്ട് വരും എന്നുള്ളത് കണക്കൂട്ടി പുതിയ ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുമ്പോൾ അതിലേക്ക് ധാരാളം CPM അണികളൊക്കെ നേതാക്കന്മാരും എത്തുമ്പോൾ തീർച്ചയായിട്ടും നാളെ അത് UDFൽ നിൽക്കുകയാണെങ്കിൽ UDFന് ഗുണം ചെയ്യും. നാളെ അദ്ദേഹം UDFൽ നിൽക്കുമോ എന്നൊന്നും നമുക്ക് ഇപ്പോഴേ പറയാൻ പറ്റില്ല. ഇപ്പോഴത്തെ അദ്ദേഹത്തിന്റെ ക്യാരക്ടർ വെച്ചിട്ട് നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. എന്താ സംഭവിക്കുന്നുള്ളത് നമുക്ക് കാത്തിരിക്കാം, പറയാൻ പറ്റില്ല.